പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉറുബിൻ്റെ ഉമ്മാച്ചു എന്ന നോവലിൻ്റെ 13-ാം അധ്യായം നമുക്ക് വായിച്ചു തുടങ്ങാം. ഒരു വെള്ളമുയൽ. ഖെഡേഷ് വെള്ളത്തിലിട്ട പോലെയായി ഹസൻ. ഒന്നു ചീർത്തു. കുഴിഞ്ഞ കവിളുകൾ ഉരുണ്ടു. മാറിടം വീതി വെച്ചു. കാലിനും കൈക്കുമൊക്കെ ഒരു മുഴുമുഴുപ്പ്. ഉണങ്ങി തൂങ്ങി നിന്ന ഒരു വാഴയ്ക്ക് പുതുവർഷം കിട്ടിയതുപോലെ ജീവിക്കാൻ ഒരു പാകവുമില്ലാതെ വരണ്ടു കിടന്നിരുന്ന ആ യുവാവിൻ്റെ ജീവിതത്തിൽ മായാൻ്റെ കാര്യസ്ഥത പുതിയ ആർദ്രത ചേർത്തു. തോട്ടത്തിലെ ചപ്പുനുള്ളുകാരികൾ പറയുന്നത് മൂപ്പർ ഇപ്പോൾ ഒരു ശുചായി ആയിക്കണ് എന്നാണ്. അത് നേരായിരുന്നു താനും. മായാൻ്റെ പുറം കച്ചവടമായിരുന്ന മലഞ്ചരക്ക് വ്യാപാരം അപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. ലാഭത്തിൽ ചെറിയൊരംശമേ മായാൻ എത്തിച്ചു കൊടുക്കേണ്ടൂ. വാസ്തവത്തിൽ ഉൾവ്യാപാരമായിരുന്നു പ്രധാനം. സ്വർണ്ണഖനിക്കുള്ളിലെ ഇരുട്ടായിരുന്നു അവരുടെ മടിശീല വീർപ്പിച്ചിരുന്നത്. അതിനു വേണ്ട സംഘടന മായാൻ നിർമ്മിച്ചു വച്ചിരുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കുകയേ ഹസനു വേണ്ടൂ. ഇതിനിടയിൽ ചില മാറ്റങ്ങൾ വരായികയല്ല. കൂട്ടുകാരനായിരുന്ന തട്ടാൻ മലേറിയ പിടിച്ചു കരൾ വീങ്ങി ചത്തു. ചായപ്പൊടി കച്ചവടത്തിൻ്റെ നാട്യത്തിൽ ജീവിച്ച നായർക്ക് പുതിയ പാർട്ടികളുമായി വേഴ്ച തുടങ്ങി. ആ രഹസ്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഹ്ലാദങ്ങളായിരുന്നു അവ. എന്നിട്ടും ഹസൻ അത് താങ്ങി നിന്നു. പക്കെങ്കിലും ഇതിപ്പോൾ വിടാൻ കഴിയൂലല്ലോ എന്നോർത്ത് അവൻ പുതിയ കൂട്ടാളികളെ തേടി. ഇതിൻ്റെ ഫലമായി മഞ്ചേരിക്കാരൻ ഒരു തട്ടാൻ പതുക്കെ മല കയറി. നിലമ്പൂർക്കാരൻ ഒരു നായർ ചായപ്പൊടി കച്ചവടക്കാരനുമായി. അതോടുകൂടി ഹസനായി വ്യാപാരത്തിൻ്റെ മുതിർന്ന അമരക്കാരൻ. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച പൊൻപൊടികൾ പതുക്കെ മഞ്ചേരി അങ്ങാടിയിലേക്കും അവിടെ നിന്ന് കോഴിക്കോടേക്കും അറബികൾ വഴിക്ക് വിദേശങ്ങളിലേക്കും സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സ്വർണം കടൽ കടക്കുമ്പോൾ പണം മല കയറുന്നുണ്ടായിരുന്നു. രൂപഭേദങ്ങളോടെ വട്ടം കറങ്ങുന്ന ആ ശക്തി നിഗൂഢമായി പ്രവർത്തിക്കുകയായിരുന്നു. കളി ഈടായിപ്പോയി എന്ന് നനച്ചതാ ഞമ്മള്. അപ്പോഴത്തേക്കും പടച്ചോൻ കരു ഒന്ന് പിൻവലിച്ചു ധലമുണ്ടാക്കി. ഹസൻ മായാനോട് പറഞ്ഞു. മായാൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഹസൻ ഇടയ്ക്കൊക്കെ മായാനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, കോഴി തുടങ്ങിയ കാഴ്ചദ്രവ്യങ്ങളും കൊണ്ടുവന്നു. പിന്നെ തോട്ടക്കാരെ തോൽപ്പിച്ച് കുറച്ച് ചായപ്പൊടി. അത് ഉമ്മാച്ചുമ്മയ്ക്കുള്ള പ്രത്യേക കാണിക്കയാണ്. കടുപ്പമുള്ള ചായ കുടിക്കുന്നതിൽ വലിയ കമ്പമായിരുന്നു ആ സ്ത്രീക്ക്. ആണുങ്ങൾക്ക് ഉസുറും ചായയ്ക്ക് കടുപ്പവുമാണ് കാര്യം. എന്തേ തന്നെ? ഹസൻ താളം ചവിട്ടി. കടുപ്പം ഉള്ളത് കൂടാതെ ഇവിടെ കഴിയൂലെന്ന് ഞമ്മക്കറിയാം. തന്നെ ഹസനെ, അനക്ക് ഈ പുത്തി തോന്നിയത് നന്നായി. അങ്ങനെ കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നത് ഉമ്മാച്ചുമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. ആ സാധനത്തിൻ്റെ വിലയായിരുന്നില്ല പ്രധാനം. അതിനെപ്പറ്റി 10 പേരോട് പറയാം. മായാന് വയനാട്ടിലുള്ള പ്രമാണിത്വത്തെ വെളിപ്പെടുത്താം. ഭർത്താവിൻ്റെ ലോകസമ്മതിയെപ്പറ്റി ഊറ്റം കൊള്ളാത്ത സ്ത്രീകളുണ്ടോ? അതൊക്കെ തങ്ങളുടെ മിടുക്കുകൊണ്ടാണെന്ന് അവർക്ക് മനോരാജ്യം വിചാരിക്കാമല്ലോ. ആ ഈത്തപ്പഴത്തിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ ഓരോ അംശവും ചിലപ്പോൾ ഒരു കോഴിയും ചാപ്പുണ്ണി നായർക്ക് കൊടുത്തയക്കും. ഇതാർക്കാ? മായാൻ ചോദിച്ചു. നമ്മുടെ സാപ്പുണ്ണിയാർക്ക്. അജ്ജാളുടെ കുട്ടിയോള് അനുഭവിക്കേണ്ടതല്ലേ? അതുകൊണ്ട് 2 മെച്ചമുണ്ടെന്ന് ഉമ്മാച്ചുമ്മയ്ക്കറിയാം. 1, ചാപ്പുണ്ണി നായരെ സന്തോഷിപ്പിക്കുക. 2, ലക്ഷ്മിയമ്മ ഇതിനെപ്പറ്റി അനേകം മനുഷ്യരോട് പ്രസംഗിച്ചുകൊള്ളും. മറ്റ് അയൽപ്പക്കക്കാർക്കും അല്പാൽപ്പം കൊടുക്കാതെ ഇരുന്നില്ല. പക്ഷേ ചായപ്പൊടി മാത്രം ആർക്കും കൊടുത്തില്ല. കടുപ്പമുള്ളതെന്തും തനിക്കും മധുരവും മാർദ്ദവുമുള്ളതെന്തും മറ്റുള്ളവർക്ക് നീക്കിവെക്കുന്നതായിരുന്നു അവരുടെ പ്രകൃതം. തലയും ചൊറിഞ്ഞു നിൽക്കുന്ന ഹസനോട് മായൻ ചോദിച്ചു. ഏതായാലും ഇപ്പൊ കൊയമാന്തരമൊന്നുമില്ലല്ലോ? ഇല്ല കാക്ക. സൂക്ഷിക്കണേ, ഇപ്പോഴത്തെ ഇഷ്പേട്ടർ ഇച്ചിരി പോന്നോനാന്ന് കേട്ടു. തന്നെ അതാ പറഞ്ഞത്, ആനയെടുത്ത് അടിയറവാകരുത്. അത് ബസ്സള, നമ്മൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ സന്ദർശന വേളകൾ അവസാനിച്ചു. തിരിച്ച് വയനാട്ടിലേക്ക് പോകുമ്പോൾ ഹസന് കുറെ കൂടി ബലം വെച്ചതായി തോന്നും. മായാന് അവനോട് കുറെ കൂടി തൃപ്തിയും. കരുത്തുള്ള ചെക്കനാ മായാൻ പറയാറുണ്ട്. നേരാ, ആ അഹമ്മദുണ്ണിക്കാരൻ്റെ ഹമ്മുക്കുത്തരമൊന്നും ഓന് കിട്ടിയിട്ടില്ല. ഉമ്മാച്ചുവും സമ്മതിച്ചു. ഹസനെ സംബന്ധിച്ചിടത്തോളം വെച്ചടി
കയറ്റമാണ്. ചപ്പുനുള്ളുകാരികൾ പറഞ്ഞതുപോലെ അപ്പോൾ ഓർക്കാപ്പുറത്ത് അവനങ്ങ് സുജായിയായി. പന്തല്ലൂർ പ്രദേശത്ത് എല്ലാവരും അവനെ അറിയാമെന്ന് വന്നു. മായാന്റെ ഹസൻ എന്നാണ് എല്ലാവരും അവനെ വിളിക്കുന്നത്. മായാന്റെ ഹസൻ 4 ആളുടെ മുന്നിൽ ചെല്ലാനും 4 കാര്യം പറയാനും പോന്നവനാണെന്ന് ഒരു ബഹുജന ബോധ്യം. തോട്ടത്തിലെ സായിപ്പിനെ കണ്ടാലും നീട്ടി വലിച്ച് ഒരു സലാം കൊടുക്കാൻ ഇന്നവന് ധൈര്യമുണ്ട്. പ്രത്യഭിവാദ്യം ചെയ്യാൻ തക്ക ഉദാരത സായിപ്പിനുമുണ്ടായി. മടിയിൽ കനം വെച്ചപ്പോൾ അവന് വഴിയിൽ ഭയമില്ലാതെയായി. മായാൻ തുടങ്ങി വെച്ച പുരപണി ഹസൻ മുഴുവനാക്കി. ചെത്തിത്തേച്ച് ചിരിച്ചു നിൽക്കുന്ന ആ ഭൂമുഖത്തിട്ട ബെഞ്ചിന്മേൽ കാലും വിറപ്പിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഹസന് തോന്നി, ഇക്കയിച്ചില് ഇമ്മിണി മോശമില്ല. ഒരു ചെറിയ കാൽവെപ്പ് ചിലപ്പോൾ ഒരു ഉത്ഗതിയാവാം, ചിലപ്പോൾ ഒരു വഴുതിപ്പോവലുമാവാം. അവിചാരിതമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത്തരത്തിലൊന്ന് സംഭവിച്ചു ഹസന്റെ ജീവിതത്തിലും. നല്ല നിലാവുള്ള രാത്രി, കോടമഞ്ഞാൽ ശിഖരങ്ങൾ മൂടി അവ്യക്തമായി തീർന്ന കുന്നിൻ നിരകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുകയാണ് അവൻ. പെട്ടെന്നാണ് ഒരാലോചന മനസ്സിൽ വന്നത്. ഒന്ന് വേട്ടയ്ക്കിറങ്ങാൻ. അതൊരു ചെറുകിട നായാട്ടാണ്. നല്ല നിലാവ് പെയ്യുമ്പോൾ തലയിൽ ഒരു കറുത്ത മുണ്ടിട്ട് മൂടി ചായത്തോട്ടത്തിന് നടുവിലൂടെ പോകുന്ന വെളുത്ത വഴിയരികിൽ കാവലിരിക്കുക. ഒരു കനത്ത മുച്ചാൻ വടിയും കയ്യിൽ കരുതണം. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം, ഒരു നീളൻ പരുത്തിക്കെട്ട് മുന്നിലൂടെ ചാടുന്നു. ഒരടി, ഒരു നിലവിളി കേൾക്കാം. അന്ന് നിങ്ങൾക്ക് മുയിലിറച്ചിയുടെ സ്വാദറിയാം. അന്നത്തെ നിലാവ് കണ്ടപ്പോൾ ഹസൻ മുയലിറച്ചിയെ പറ്റി ആലോചിച്ചു. ഇറയിൽ തിരികെ വെച്ചിരുന്ന മുച്ചാൻ വടി കയ്യിലെടുത്തു. കറുത്തൊരു ശീലയെടുത്തു തലയിൽ കെട്ടി നടന്നു. ഒരു ചെറിയ ചൂളംവിളിയോടെ ചായത്തോട്ടത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നപ്പോൾ ലോകത്തെപ്പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു ഹസന്. അവൻ ഒറ്റയടി പാതയിലൂടെ നടന്ന് ഒരു മുക്കൂട്ട പെരുവഴിയുടെ അടുത്ത് പതുങ്ങിയിരിപ്പായി. ചായത്തോട്ടത്തിൽ നിന്നും പുറപ്പെടുന്ന നേരിയ അനക്കങ്ങൾ കേൾക്കത്തക്ക വിധം ചെവി വട്ടം പിടിച്ചു. കുന്നിൻ ചെരുവിലെ പാടികളിൽ നിന്ന് പെണ്ണുങ്ങൾ പരസ്പരം ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ കയറി പോകുമ്പോൾ ഒരു പരുത്ത പുരുഷ ശബ്ദം അതിന് അമരം വയ്ക്കും. ഇടയ്ക്കൊരു കുട്ടിയുടെ കരച്ചിൽ. അത് അവസാനിക്കുമ്പോഴേക്കും ഒരു കുറുക്കന്റെ ഓരി. ഇത്തരം ശബ്ദങ്ങളുമായി ധാരാളം ഇടപഴകിയ ആളാണ് ഹസൻ. അതിനിടയിലും ഒരു മുയൽ അനങ്ങുന്നത് കണ്ടുപിടിക്കുക പ്രയാസമായിരുന്നില്ല. അവൻ കാത്തിരുന്നു. ഇന്ന് മൊയിലിൻ കുട്ടികളൊക്കെ നേരത്തെ ബാതിലടിച്ച് കിടന്നുണ്ടോ? കുറച്ചൊരു ഫലിതരസത്തോടു കൂടി തന്നെ ഹസന് വിചാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും കാത്തു. 1, 2, 3 നിമിഷങ്ങൾ അങ്ങനെ പാഞ്ഞുപോയി. പെട്ടെന്നൊരു ഞരക്കം. ഹസൻ ഒന്ന് തെള്ളി. വീണ്ടും ആ ഞരക്കം കേട്ടു. മറ്റെന്തായാലും അത് മുയലല്ല. ആ ചായച്ചെടികൾക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു ഞരക്കം വരാൻ അവൻ കൂടുതൽ ശ്രദ്ധിച്ചു. ഹാവൂ, അയ്യോ! എന്ത് മനുഷ്യന്റെ ശബ്ദം! ചായച്ചെടികൾക്കുള്ളിൽ നിന്നു മനുഷ്യൻ ഞരക്കം. ഇടിമിന്നലിന്റെ വേഗത്തിൽ പല ആലോചനകളും ആ ചെറിയ തലച്ചോറിലൂടെ കടന്നുപോയി. ചെകുത്താൻ, മലവില്ലി, പ്രേതം, അതോ ഇബ്ലീസോ? ഹാവൂ, ഉമ്മ, ഹള്ളോ! ചെകുത്താനായാലും ഇബ്ലീസായാലും പടച്ചോനെ വിളിച്ച് നിലവിളിക്കാനിടയില്ല. മഴവില്ലിയാണെങ്കിൽ ഒരിക്കലും ഹള്ളാവിനെ തേടാൻ വഴിയില്ല. ഓ, എൻ്റെ ബദരീങ്ങളെയും വിളിക്കുന്നു. തീർച്ചയായും അതൊരു മനുഷ്യ ശബ്ദമാണ്. ആരാണത്? എവിടെ നിന്നാണത്? കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ? ആരാത്? ഹസൻ അല്പം കനത്തിൽ തന്നെ ചോദിച്ചു. ഹാവൂ, എൻ്റെ ബദരീങ്ങളെ! ഞരക്കം തന്നെ. കുറച്ചു നേരം കാത്തു. മറുപടിയില്ല. ആരാന്ന് ചോദിച്ച് വീണ്ടും ഹസന്റെ ചോദ്യം. അത്രയും ആയപ്പോൾ ആ ഞരക്കവും നിന്നു. ആരാന്ന് വെച്ച് തൊള്ള തുറന്ന് പറഞ്ഞൂടെ? നിശബ്ദത. ഇതൊരു അതിശയായല്ലോ. ഹസൻ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. പതുക്കെ നീങ്ങി. മുച്ചാൻവടി ഉയർത്തി മുറുക്ക പിടിച്ചു. ഒറ്റയടി പാതയുടെ അരിപിടിച്ചങ്ങനെ നടന്നു. 10 അടി നടന്നിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഒരനക്കം. ആ ഞരക്കവും. ഹാവൂ, ഹള്ളോ! ആരാത്? അല്പം മയത്തിലാണ് ചോദ്യം.
ഇങ്ങോട്ട് വരല്ലേ. മറുപടി കിട്ടി. ആ ഒരു കടച്ചിൽ അനുഭവിക്കുന്ന ആത്മാവിൻ്റെതാണ് ആ സ്വരം. എന്തേ വരരുത്? ഹലോ എന്തേന്നാ ചോദിച്ചത്? കൈച്ച കയ്യുന്നത് ചെയ്യാം എന്ന് വെച്ചിട്ടായി ചോദിക്കുന്നത്. പേരാ? ഹസൻ ഞെട്ടിപ്പോയി. മറ്റെന്തോ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു കൊലപാതകമാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും പരിഭ്രമം ഉണ്ടാവുകയില്ല. ഒരു പേര്. ചായച്ചെടികൾക്കിടയിലാണോ സ്ത്രീകൾ പ്രസവിക്കുക? ഹള്ളോ. മുട്ടിഞ്ഞെരങ്ങിയ ആ രോദനം പൊന്തി വന്നു. വെല്ലിച്ച പെണ്ണുങ്ങളെയും വിളിക്കാം. അതിന് മറുപടി ഉണ്ടായില്ല. പിന്നെ ഹസൻ അധിക നേരം കാത്തില്ല. മേൽപ്പുറത്തുള്ള പാടിയിലേക്ക് ഒരു ഓട്ടം. അവിടെ കൊടുമ്പിരിക്കൊണ്ട ലഹളയാണ്. 3 ഭാര്യമാരും ഒരു ഭർത്താവും കൂടിയായിരുന്നു ആ കലാപം ഉണ്ടാക്കിയിരുന്നത്. നിർത്തി. ആരും കേട്ടില്ല. ലഹള തുടരുകയാണ്. നിർത്തി. ഹസൻ ഒന്ന് അലറി. നാക്ക് പൊട്ടിപ്പോയ കുടമണിക്കൂട്ടങ്ങൾ പോലെയായി ആ സ്ത്രീകൾ. പുരുഷനും ഒന്ന് തലയുയർത്തി നോക്കി. എന്താ പേര്? എന്താത്? 3 പെണ്ണുങ്ങളും ഒപ്പം ചോദിച്ചു. ഹസൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാ സ്ത്രീകളും പരസ്പരം നോക്കി. എന്നാൽ കലഹം നമുക്ക് പിന്നീടാക്കാം എന്ന മട്ടിൽ. എന്നിട്ട് ഹസൻ കാട്ടിയ വഴി പിന്തുടർന്നു. വിളക്കുമെടുത്ത് ആ പുരുഷനും ചെന്നു. എവിടെയാ? ദാ ഇവിടെ തന്നെ. ആ പെണ്ണുങ്ങൾ വിളക്കുമെടുത്ത് ചായച്ചെടികൾക്കുള്ളിലേക്ക് പോയി. പുരുഷന്മാർ പുറത്ത് പാറാവ് നിന്നു. ഏതാ അവള്? പുരുഷൻ ചോദിച്ചു. ആർക്കറിയാം? ഹസൻ മറുപടിയും പറഞ്ഞു. അപ്പോ ഇങ്ങടെ ആരുമല്ല? ഞമ്മടിയോ? ചായച്ചെടീൻ്റെ ഉള്ളിലെ ഞമ്മടെ പെണ്ണുങ്ങള്? പിന്നെ ആ പുരുഷനൊന്നും പറഞ്ഞില്ല. ഞരക്കം കൂടി വരികയാണ്. എൻ്റെ ഹള്ളോ പുറത്തൂടല്ലോ. സ്ത്രീകളിൽ ഒരുത്തി ഓടി വന്ന് പറഞ്ഞു. എവിടേക്കാ കൊണ്ടുപോവാ? ആരാന്നറിഞ്ഞോ? ആമിന. ഏതാമിന? മേലെപ്പട്ടക്കേക്ക് പാടിയിലുള്ളോളാ തന്നെ? ആലോചനാപൂർവം പുരുഷൻ ചോദിച്ചു. എവിടേക്കാ? സ്ത്രീ. ഇപ്പൊ കൊണ്ടുപോവാവോ? ഹസൻ ഇടയിൽ കടന്ന് ചോദിച്ചു. അതൊക്കെയാവാം, പക്ഷെ എവിടേക്ക്? ഹസൻ ഒരു നിമിഷത്തിന് മറുപടി പറഞ്ഞില്ല. തൻ്റെ വീട്ടിൽ സ്ത്രീകളില്ല, ആരുമില്ല. ആ നിലയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ? പക്ഷേ ആരും ആ ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ ഒരിടം വേണം. നമ്മുടെ അവിടേക്ക്. സരി. സ്ത്രീ ഇത്രയും പറഞ്ഞു ചായക്കുണ്ടകൾക്കുള്ളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ 3 സ്ത്രീകളും കൂടി പ്രസവിക്കാൻ തിരക്ക് പിടിച്ചു കിടക്കുന്ന ആ സ്ത്രീയെ താങ്ങിയെടുത്തു കൊണ്ടുവന്നു. ഹസൻ മുമ്പിൽ നടന്നു, അവർ പിന്നാലെയും. ഏതാ ഈ ആമിന? നിലമ്പൂരായിരിക്കോ മഞ്ചേരി ആയിരിക്കോ അതോ കുണ്ടോട്ടിയോ? എവിടുത്തുകാരെ അത്യാൽ ഞമ്മക്കെന്തേ? അവൻ കാലടി നീട്ടി വെച്ചു. ആകപ്പാടെ ഒരു സ്വൈരക്കേടും ശുണ്ടിയും അവനെ ബാധിച്ചിരുന്നു. ഞമ്മളെന്തിനെ അപ്പഴത്തിനും അവിടെ ചെന്ന് ചാടിയത്? എടങ്ങേറിൻ്റെ ആപ്പീസ്. ഈ ഹലാലൊക്കെ ഞമ്മക്കല്ലേ ബന്ധപ്പെടുന്നത്? പക്ഷേ ഇപ്പോൾ പ്രതിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആമിന തൻ്റെ വീട്ടിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. ഏകാന്തമായ ആ ഗ്രഹത്തിൽ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രം വിറച്ചു കാത്തിരുന്നു. പുരുഷന്മാർ ഉമ്മറത്ത് താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. ആ സ്ത്രീകളുടെ ഭർത്താവ് കൂട്ടത്തിൽ ഓരോ ബീഡിയും വലിച്ചു. ഹള്ളോ, ബദരീങ്ങളെ രക്ഷിക്കണേ. ഞരമ്പുകളെ ചീന്തുന്ന ആ രോദനം ഹസന്റെ ചെവിയിൽ വന്ന് അലക്കുകയാണ്. എത്ര നേരം ഇത് കേൾക്കാം? കേൾക്കുകയല്ലാതെ എന്തു ചെയ്യും? അവിടെ നിന്ന് മനസ്സ് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അവൻ പതുക്കെ അടുത്തിരുന്ന മനുഷ്യനോട് ചോദിച്ചു. അറിയോ? അറിയും. എവിടുത്തുകാരിത്തിയാ? മഞ്ചേരി. തന്നെ? ഇമ്മിണിക്കാലായ ഇവിടെ ആയിട്ട്? അതൊരു കഥയാ. ഒരു സ്വകാര്യം പറയുന്ന സ്വരത്തിലാണ് അയാൾ കഥ പറഞ്ഞത്. അവളുടെ ബാപ്പ ഒരു പ്രമാണിയായിരുന്നു. 4 കൊല നടത്തി. പക്ഷേ പോലീസ് കുതികുന്തം മറിഞ്ഞിട്ടും തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത്ര പ്രമാണിയായിരുന്നു. ഹസൻ ഒന്ന് മൂളി. മൂപ്പർക്ക് 3 പെൺമക്കളും ഒരാണും ഉണ്ടായി. എല്ലാവരും വളർന്നു പോന്നു. 2ാമത്തതാ ആണ്. അവനെവിടെ? ദൈവത്തിനറിയാം. അവൻ കുറേ ചെറുപ്പത്തിലെ ചാടിപ്പോയി. ഒരു പെൺകുട്ടിയെ സഹായത്തിനും കൂട്ടിയിരുന്നു. മനസ്സിലായി.
ഇവളുടെ ബാപ്പയ്ക്ക് എപ്പോഴും ഓരോ വ്യവഹാരം വേണമെന്ന മട്ടായിരുന്നു. കയ്യേറി മരം മുറിച്ചതും അതിർമാന്തിയതും അടികൽച്ചൽ നടത്തിയതുമായി അനേകം കേസുകൾ എപ്പോഴും കോടതിയിലുണ്ടാകും. ആ മനുഷ്യൻ അവയുമായി അങ്ങനെ കെട്ടിമറിഞ്ഞു. കോടതി കയറലും ഇറങ്ങലും ധൃതിയായി നടക്കുന്നതിനിടയിൽ വസ്തുക്കൾ ഓരോന്ന് അന്യരുടെ കയ്യിലേക്കും നടന്നു. ചുരുക്കി പറഞ്ഞാൽ മതിയല്ലോ, തറവാട് മുടിഞ്ഞു. നിലനിരപ്പ് കൂട്ടത്തിൽ അയാൾക്കൊരു മാറാവ്യാധിയും. അതിന് ചികിത്സിച്ചിട്ടും കളഞ്ഞു കുറേ കാശ്. ഒടുവിൽ മരിച്ചു. അപ്പോൾ പിന്നെ ബാക്കിയുണ്ടായിരുന്നത് 3 പെൺകുട്ടികളും പണയപ്പെട്ട ഒരു ഇരിക്കപ്പുരയും മാത്രമായിരുന്നു. വീടും പതുക്കെ പോയി. 3 പെൺകിടാങ്ങൾ വഴിയിലുമായി. പെട്ടെന്ന് അകത്തു നിന്നൊരു നീണ്ട നിലവിളി പുറപ്പെട്ടു. ഓ എൻ്റെ ബദരീങ്ങളെ! ഹസനും സുഹൃത്തും നിശബ്ദരായി. ഒരു നിമിഷം വീണ്ടും നിശബ്ദത. എന്തേ ഉണ്ടായത്? അകത്തേക്ക് തലനീട്ടി ചോദിച്ചു. ഒന്നുമില്ല, അകത്തു നിന്നും മറുപടി. വീണ്ടും നിശബ്ദത. എന്നിട്ട് ഈ പെൺകുട്ടികൾ എന്തു ചെയ്തു? ഹസൻ പതിഞ്ഞ സ്വരത്തിൽ സംഭാഷണം തുടർന്നു. എന്ത് ചെയ്യാനാ? ഒരു കൂലിപ്പുരയിൽ കൂടി. എന്തിനാണെന്നറിഞ്ഞില്ല. ആ പുരയുടമസ്ഥൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പുറത്താക്കി. എന്നിട്ട് തെണ്ടി അലഞ്ഞു. ഇളയവിള, മൂത്തവൾ എവിടെ പോയോ എന്തോ. എങ്ങനെ ഇവിടേക്ക് കയറിയത്? കിഴക്കേപ്പാടിയിലെ മേസ്തിരി കൊണ്ടുവന്നു. അയാൾക്കിത് 4ാമത്തെ പെണ്ണ. 4ാമത്തെ? തോട്ടത്തിലെ പുരാണം ഒന്ന് വേറെയാ. ആദ്യത്തെ കുറച്ചു ദിവസം സുഖം തന്നെയായിരുന്നു. പിന്നെ എല്ലാവരുടെ കൂട്ടത്തിൽ അവളും. പെണ്ണുങ്ങൾക്ക് വഴക്ക് കൂടാതെ കഴിയോ? ഇല്ല. പിന്നെ അപ്പോൾ ആണുങ്ങൾക്ക് അടിക്കാതെയും ചവിട്ടാതെയും കഴിയോ? അതൊക്കെ നടന്നു. അങ്ങനെ നിൽക്കായിരുന്നു. പിന്നത്തെ കഥ എനിക്ക് അറിഞ്ഞുകൂടാ. ഹള്ളോ, എൻ്റെ റബ്ബേ, ബദരീങ്ങളെ! ആ നിലവിളിയിൽ പുരയുടെ മോന്തായം കിടന്ന് കുലുങ്ങി. പിന്നെ നിശബ്ദം. എന്തേ? 2 പുരുഷന്മാരും ഒപ്പം കടന്നു ചോദിച്ചു. അകത്തുനിന്ന് ഒരു മറുപടിയും കിട്ടുന്നില്ല. ചില പരക്കം പാച്ചിലുകൾ നടക്കുന്നു. കാത്തിരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. പെറ്റു! പെട്ടെന്നൊരു സ്ത്രീ ഉമ്മർത്തിയൊക്കെ തലനീട്ടി പറഞ്ഞു. ഹസൻ ആൺകുട്ടിയാ? ആമിന? വിശേഷിച്ചൊന്നുമില്ല. 2 പുരുഷന്മാരും അയഞ്ഞു നിശ്വസിച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ജീവന്റെ കരച്ചിൽ കേട്ടു. ഹസൻ ചുറ്റും നോക്കി. നേരം വെളുത്തുപോയോ എന്നൊരു സംശയം. നേരെ എത്തിരയായി? ഹസൻ കൂട്ടുകാരനോട് ചോദിച്ചു. 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. റാട്ടയിലെ രാത്രിപ്പണി കഴിഞ്ഞു. പിന്നീട് 2 പേരും ഒന്നും മിണ്ടിയില്ല. ഹസന്റെ ഹൃദയത്തിൽ 1000 ചോദ്യങ്ങൾ പടം പൊക്കി വരികയാണ്. ഈ പെണ്ണിനെ എന്തു ചെയ്യും? എങ്ങനെ നിർത്തും? എങ്ങനെ പുറത്താക്കും? ഈ പുഞ്ചുകുട്ടിയെയും തൂക്കി പുറത്തേക്ക് പോകാൻ കഴിയുമോ? നിർത്തിയാൽ പിന്നത്തെ കഥ എന്താണ്? ഇങ്ങനെ എത്ര പെണ്ണുങ്ങൾ ചായത്തോട്ടത്തിൽ വന്നു ചായച്ചണ്ടി പോലെ വലിച്ചെറിയുന്നു. ഇതിലൊക്കെ തനിക്ക് എന്താണ് ഉത്തരവാദിത്വം? ഏതായാലും വലിയ കുഴപ്പമായി. എന്തിനാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ആകുന്നത്? ഒരു മുയലിനെ കിട്ടുമെന്ന് നോക്കാൻ ഇറങ്ങിയതുകൊണ്ട് വന്ന ഒരു ബലയെ. ഊരാക്കുളത്തിൽ പോയി തലയിട്ട തൻ്റെ ബുദ്ധിശൂന്യതയെപ്പറ്റി പരിതപിക്കുകയായിരുന്നു ഹസൻ. അവൻ ആ പുരുഷനോട് ചോദിച്ചു. ഇനിയിപ്പോൾ എന്തിരുത്താൻ വേണ്ടി? ഇത്തിരി ചൂടുകാപ്പി ഉണ്ടാക്കി കൊടുത്താൽ നന്ന്. ഹസൻ ഒന്നും മിണ്ടിയില്ല. വീണ്ടും അവൻ ചിന്താധീനനായി. പാലില്ലച്ചാൽ വിഷമിക്കേണ്ട, കൊട്ടൻ കാപ്പി ആയാലും മതി. മിണ്ടാതിരിക്കി. ഹസന് പിന്നെ എന്താണ് പറയേണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു. വരും പോലെ വരും എന്ന് വെച്ച് ഒരു ഇരുത്തം അങ്ങിരുന്നു. ഹസനെ! മുറ്റത്തു നിന്നൊരു വിളി. ഹസന്റെ വയറ് കത്തി. ഹാര്? ഞമ്മള് തന്നെ ഹസനെ. ഹാര്? മായാൻ കാക്ക. മായാൻ കോലായിലേക്ക് കയറി. ഹസൻ വിറങ്ങിലിച്ചു നിന്നുപോയി. റബ്ബുൽ അലീമീനായ തമ്പുരാനെ! പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമ്മാച്ചുവിൻ്റെ 13ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. ബാക്കി വായനയുമായി ഉടനെ എത്താം. നന്ദി.